നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഇപ്പോൾ കിട്ടിയതിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. ആദ്യം മഴയുടെ വാർത്തയിലേക്കാണ്. തെക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പൊന്മുടി, കല്ലാർ, മങ്കയം ഇക്കോ ടൂറിസം സെന്ററുകൾ അടച്ചിടും. MG പ്രതീഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. പ്രതീഷ്, തിരുവനന്തപുരത്തെ മഴയുടെ സാഹചര്യം എന്താണ്? നിലവിൽ ശക്തമായ നിലയിൽ മഴ പെയ്യുന്നുണ്ടോ? കഴിഞ്ഞ തവണ മഴയൊക്കെ പെയ്തപ്പോൾ പലയിടത്തും വെള്ളക്കെട്ടും ദിവസങ്ങളോളം വെള്ളമിറങ്ങാത്ത സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നതാണല്ലോ തിരുവനന്തപുരത്ത്. എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി? ഗോകുൽ, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് അതിശക്തമായ മഴയില്ലെങ്കിലും മഴയ്ക്ക് ശമനമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ന് പുലർച്ചെ തുടങ്ങിയ മഴയാണ്, അതിപ്പോഴും തുടരുകയാണ്. ചാറ്റൽ മഴയായും ചില സമയങ്ങളിൽ ശക്തമായ മഴയായും തിരുവനന്തപുരം നഗരത്തിൽ ഈ പ്രതികൂല കാലാവസ്ഥ ഇപ്പോഴും തുടരുന്നുണ്ട്. നിലവിൽ ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയുണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. തിരുവനന്തപുരം നഗര മേഖലകളിലും ഒപ്പം മലയോര മേഖലകളിലും അടക്കം ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇതിനു പുറമെ മറ്റ് ജില്ലകളിലും കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലും യെല്ലോ അലർട്ട് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ ശ്രീലങ്കൻ തീരത്ത് നിലനിൽക്കുന്ന ചക്രവാത ചുഴിയാണ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മഴ കൂടുതൽ ശക്തമാകാനുള്ള കാരണം. മലയോര മേഖലകളിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും നൽകുന്നത്. നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പൊന്മുടി, കല്ലാർ, മങ്കയം ഇക്കോ ടൂറിസം സെന്ററുകൾ അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിലേക്ക് വിനോദസഞ്ചാരികൾ അടക്കം യാത്ര ചെയ്യരുത് എന്നുള്ള നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും ഇതിനോടകം തന്നെ നൽകിയിരിക്കുന്നത്. നിലവിൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും തിരമാലയ്ക്കും സാധ്യതയുണ്ട്. അതാണ് മത്സ്യത്തൊഴിലാളികൾക്കും തീരമേഖലയിലുള്ളവർക്കും പ്രത്യേക ജാഗ്രത നൽകാനുള്ള കാരണവും. എന്തായാലും ഈ വരും മണിക്കൂറുകളിൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ ശക്തമാകാനുള്ള ശക്തമാകുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. തിരുവനന്തപുരം നഗരത്തിലും മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. നിലവിൽ വലിയ തരത്തിലുള്ള വെള്ളക്കെട്ട്, നേരത്തെ ഉണ്ടായിരുന്ന മഴയ്ക്ക് സമാനമായി വലിയ തരത്തിലുള്ള വെള്ളക്കെട്ടൊന്നും തന്നെ തിരുവനന്തപുരം നഗര മേഖലകളിലില്ല. ഏതെങ്കിലും തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയാണെങ്കിൽ ഉടൻ തന്നെ ക്യാമ്പുകളിലേക്ക് മാറണമെന്ന നിർദ്ദേശവും ഇതിനോടകം തന്നെ അധികാരികൾ നൽകിയിട്ടുണ്ട്. ഗോകുൽ, പ്രതീക്ഷ, ഈ മഴ എത്ര ദിവസം അല്ലെങ്കിൽ എത്ര നാൾ തുടരും ഈ തരത്തിൽ എന്നാണ് ഒരു പ്രവചനം? ഒപ്പം ഈ ക്യാമ്പുകളിലേക്ക് സജ്ജീകരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അത് കണക്ക് കൂട്ടിയുള്ള മുൻകരുതലുകളും തയ്യാറെടുപ്പുകളും എങ്ങനെയാണ്? ഉന്മേഷ, കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം നാളെ വലിയ മഴ മുന്നറിയിപ്പുകൾ ഒരു ജില്ലകളിലുമില്ല. എറണാകുളം ജില്ലയിൽ മാത്രമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ഈ മഴ മുന്നറിയിപ്പുകൾ ഏത് സമയത്ത് വേണമെങ്കിലും മാറി മറിയാൻ കഴിയും. അങ്ങനെയെങ്കിൽ വരും ഈ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന സൂചന പ്രകാരം 2 ദിവസം കൂടി മഴ ശക്തമാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കൂടുതൽ ആളുകളെ ക്യാമ്പിലേക്ക് നിലവിൽ മാറ്റി പാർപ്പിച്ചിട്ടില്ല. കാരണം അതിശക്തമായ മഴ തിരുവനന്തപുരം ജില്ലയിലില്ല. ഒരു വെള്ളക്കെട്ട് ഉണ്ടാകുന്ന തരത്തിലേക്ക് ഒരു മഴ പോയിട്ടില്ല. അതേസമയം തിരുവനന്തപുരം കഴക്കൂട്ടം ഭാഗത്ത് 2 കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അവശ്യ ഘട്ടങ്ങളിൽ ക്യാമ്പുകളിലേക്ക് മാറണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഇത് കൃത്യമായി ഈ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് വരുന്നുണ്ട്. നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ നേരത്തെ ഉയർത്തിയിരുന്നു. ഇതിന് സമീപത്തുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ വലിയ തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചില്ല. മറ്റ് ജില്ലകളിലും മഴയുണ്ട് എങ്കിലും അതിശക്തമായ ഒരു മഴയിലേക്ക് പോയിട്ടില്ല. ഗോകുൽ, ശരി. MG പ്രതീഷാണ് തിരുവനന്തപുരത്തെ സാഹചര്യം വിശദീകരിച്ചത്. ഏതായാലും മഴ അതിശക്തമല്ലെങ്കിലും ഇടമുറിയാതെ പെയ്യുകയാണ് തിരുവനന്തപുരത്ത്. രാവിലെ മുതൽ അങ്ങനെ നിർത്താതെ പെയ്യുകയാണ് തിരുവനന്തപുരത്ത് മഴ. അതുകൊണ്ട് തന്നെ പൊന്മുടി, കല്ലാർ, മങ്കയം തുടങ്ങിയ ഇക്കോ ടൂറിസം സെന്ററുകൾ, മലയോര മേഖലയിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് യാത്ര പാടില്ല, അവ അടച്ചിടും എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തമിഴ്നാട്ടിലേക്ക് പോകുന്നു. തമിഴ്നാട്ടിലെ 4 ജില്ലകളിൽ ശക്തമായ മഴ. കന്യാകുമാരി, തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി ജില്ലകളിൽ ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. വരും മണിക്കൂറുകളിൽ ഈ 4 ജില്ലകളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന്. മനേഷ്, മിഗ്ജോം ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ആകെ നാശകോശമായതാണ് ആ പ്രദേശം. പലയിടങ്ങളിലും ഇപ്പോഴും ആ ഒരു പഴയ നിലയിലേക്ക് തിരിച്ചു വരാൻ പൊരുതിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജനത. അപ്പോൾ ഈ പുതിയ മഴയുടെ സാഹചര്യം, ഇപ്പോഴത്തെ ഒരു കെടുതി എങ്ങനെയാണ് അവരെ ബാധിക്കുക? ഒപ്പം മുന്നൊരുക്കങ്ങൾ, മുൻകരുതലുകൾ, ജാഗ്രതാ നിർദ്ദേശമൊക്കെ?
ഗൂഗിൾ മിഗ്ജാം ചുഴലിക്കാറ്റ് കാര്യമായി ബാധിച്ചത് ചെന്നൈ ഉൾപ്പെടെയുള്ള 4 ജില്ലകളെയായിരുന്നു. ചെന്നൈ, കാഞ്ചീപുരം, ചെങ്കൽപ്പേട്ട്, അതുപോലെ തന്നെ തിരുവള്ളൂർ, ഈ മേഖലകളെയായിരുന്നു. ഇപ്പോഴും പൂർണ്ണമായും കരകയറി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുമില്ല. പക്ഷേ നിലവിൽ ഇപ്പോൾ ഉള്ള അലേർട്ടുകൾ വന്നിരിക്കുന്നത് തീരദേശ മേഖലകളിലാണ്. അത് കന്യാകുമാരി തുടങ്ങിയ മേഖലകൾ, കന്യാകുമാരി, തിരുനെൽവേലി, തെങ്കാശി, അതുപോലെ തന്നെ തൂത്തുക്കുടി, ഈ 4 മേഖലകളിലാണ് ഇന്നിപ്പോൾ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴ ഈ 4 ജില്ലകളിലും കാര്യമായി തന്നെ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കന്യാകുമാരിയിലേക്ക് വന്നാൽ നിരവധി റോഡുകൾ, മയിലാടി, പോത്തൈ, ഇച്ചിറക്കുളം തുടങ്ങിയ നിരവധി റോഡുകൾ ഇപ്പോഴും വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ച ഒരു നിലയിലാണുള്ളത്. താമരഭരണി, പാപനാശം തുടങ്ങിയ ഡാമുകളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്, വെള്ളം അധികരിച്ചിട്ടുണ്ട്. അപ്പോൾ 30,000 ഘനയടി വെള്ളം ഇന്ന് തുറന്നുവിടാനുള്ളൊരു സാധ്യത കൂടി ജില്ലാ ഭരണകൂടം പറയുന്നുണ്ട്. കാരണം അതിൽ കൂടുതൽ താങ്ങാൻ കഴിയില്ല, ഡാമുകൾക്ക് താങ്ങാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ 30,000 ഘനയടി വെള്ളം തുറന്നുവിടാനുള്ളൊരു സാധ്യത. അങ്ങനെയെങ്കിൽ അത് വലിയ തോതിലുള്ള പ്രളയ സമാനമായ അന്തരീക്ഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് കന്യാകുമാരിയെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുക. തിരുനെൽവേലിയിലേക്ക് വന്നാൽ തിരുനെൽവേലി, തിസൈൻവിള, മഞ്ചോല ഹിൽസ്, അതുപോലെ കൂടംകുളം തുടങ്ങിയ പനക്കുടി, ചിദംബരപുരം, കലക്കാട്, മൂലക്കരപ്പെട്ടി തുടങ്ങിയ നിരവധി മേഖലകളിൽ വലിയ തോതിൽ മഴയുണ്ട്. മാത്രമല്ല ഇവിടങ്ങളിലൊക്കെ റോഡുകളിലൊക്കെ വെള്ളം കയറി വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. തിരുനെൽവേലിയിൽ തന്നെ സെൻട്രൽ സർക്കാർ ആശുപത്രി, അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ്, പ്രധാന ബസ് സ്റ്റാൻഡിലെല്ലാം തന്നെ വെള്ളം കയറി ടൗണിൻ്റെ ശരിക്കും ജനജീവിതത്തെ സാരമായി തന്നെ ബാധിക്കുന്ന തരത്തിലാണ് തിരുനെൽവേലിയിൽ വെള്ളക്കെട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. തിരുനെൽവേലിയിൽ ഇറങ്ങേണ്ട 2 വിമാനങ്ങൾ ഇപ്പോൾ ഇന്ന് വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നുള്ള 2 വിമാനങ്ങൾ മധുര വിമാനത്താവളത്തിലാണ് ഇറക്കിയത്. തൂത്തുക്കുടിയിലും സമാനമായ രീതിയിലാണ് സാഹചര്യം. സാത്താൻകുടി, അതുപോലെ തേർക്കൻകുളം, കോവിൽപ്പെട്ടി തുടങ്ങിയ മേഖലകളിൽ ശക്തമായ മഴയുണ്ട്. റോഡുകളിലും വീടുകളിലുമൊക്കെ വെള്ളം കയറുന്ന ഒരു നിലയാണ് തൂത്തുക്കുടിയിൽ ഉള്ളത്. തെങ്കാശിയിലാണെങ്കിൽ പ്രധാന പ്രശ്നം, തെങ്കാശിയിൽ മണിമുത്താർ നദി കരകവിഞ്ഞതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അത് ആ നദിക്കരയിലുള്ള ആളുകൾക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ 4 ജില്ലകളിലും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായാൽ ഇടപെടുന്നതിന് വേണ്ടി എല്ലാ സർവ്വ സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. NDRFിൻ്റെ 3 സംഘങ്ങൾ തിരുനെൽവേലിയിലും തൂത്തുക്കുടിയിലും കന്യാകുമാരിയിലുമായി എത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ഈ 4 ജില്ലകൾക്ക് പുറമെ മയിലാടുതുറയിലും തിരുവാരൂരിലും ഒറ്റപ്പെട്ട കനത്ത മഴ പെയ്യുന്നുമുണ്ട്. ഗോകുൽ, ശരി, തമിഴ്നാട്ടിൽ സമാനമാണ്. അവിടെ ശക്തമായ മഴ പെയ്യുന്നു. കന്യാകുമാരി, തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി എന്നീ 4 ജില്ലകളിലാണ് കാര്യമായ മുന്നറിയിപ്പും കാര്യമായ മുൻകരുതലുമുള്ളത്. ഈ തീരമേഖല ഉൾപ്പെടെ കാര്യമായി ഈ മഴയിൽ ബാധിക്കും എന്നതാണ് അവിടുത്തെ സാഹചര്യം. റോഡ് ഗതാഗതത്തെ പലയിടത്ത് ഈ വെള്ളക്കെട്ട് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ച് വിടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണമാണ് തമിഴ്നാട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്നൊരു വാർത്ത. ഹൈക്കോടതി ജീവനക്കാരനെ ആക്രമിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. കാക്കനാട് NGO ക്വാർട്ടേഴ്സ് സ്വദേശി ഷാജി, ചേരാനല്ലൂർ സ്വദേശി ആൻസൺ എന്നിവരെയാണ് പിടികൂടിയത്. കാഴ്ച പരിമിതിയുള്ള BM ഷാൻ എന്ന ജീവനക്കാരനെയാണ് ആക്രമിച്ചത്. ശ്യാംകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്യാം, എവിടെ നിന്നാണ് ഈ പ്രതികളെ പിടികൂടിയത്? എന്തിനാണ് ഇങ്ങനെ ഒരു കാഴ്ച പരിമിതനായ മനുഷ്യനെ ഇവരിങ്ങനെ ആക്രമിച്ചത്? ഗോകുൽ, ഇന്നലെയാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഹൈക്കോടതിയിലെ ജോലിക്ക് ശേഷം വൈകിട്ട് കാക്കനാട് NGO ക്വാർട്ടേഴ്സിലേക്കുള്ള വീട്ടിലേക്ക് ഷാൻ ബസ്സിൽ പോവുകയായിരുന്നു. അവിടുത്തെ സ്റ്റോപ്പിൽ എത്തിയ ശേഷം ഇറങ്ങാൻ താമസിച്ചു എന്ന് ആരോപിച്ചാണ് ആ കാഴ്ച പരിമിതിയുള്ള ജീവനക്കാരനെ ആ ബസ് സ്റ്റോപ്പിലിട്ട് ഇവർ 2 പേരും ചേർന്ന് മർദ്ദിച്ചത്. നേരത്തെ മയക്കുമരുന്ന് കേസിൽ ജയിലിൽ പോയവരാണ് ഇവർ 2 പേരും. ഷാനിന്റെ പരാതിയെ തുടർന്നാണ് തൃക്കാക്കര പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 2 പ്രതികളെയും ഇന്ന് അറസ്റ്റ് ചെയ്തത്. ഇവർ 2 പേരും പിടികൂടുന്ന സമയത്തും ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. ഏതായാലും പ്രതികളെ 2 പേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശരി ശ്യാം, കാഴ്ച പരിമിതനായ ഹൈക്കോടതി ജീവനക്കാരനെ ആക്രമിച്ച കേസിലാണ് 2 പ്രതികളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. താമരശ്ശേരി ചുരത്തിൽ കാർ തടഞ്ഞ് 68 ലക്ഷം രൂപ കവർന്ന കേസിൽ കൊടുങ്ങല്ലൂർ സ്വദേശികളായ 2 പേർ പിടിയിൽ. തോമസ്, ഷാമോൻ എന്നിവരെയാണ് താമരശ്ശേരി പോലീസ് പിടികൂടിയത്. വെള്ളിയാഴ്ച രാത്രിയാണ് കർണാടക സ്വദേശി വിശാലിന്റെ കയ്യിൽ നിന്ന് 8 സംഘം പണം കവർന്നത്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, ഈ പ്രതികൾ എങ്ങനെയാണ് ഇത്രയധികം പണവുമായി ആൾ സഞ്ചരിക്കുന്നത് എന്നറിഞ്ഞത്? ഇതിന് പിന്നിലൊരു വലിയ സംഘത്തിന്റെ ആസൂത്രണം ഉണ്ടോ? ഗോകുൽ, ഈ കവർച്ച നടത്തിയത് ഒരു 8-അംഗ സംഘമാണ്. അതിൽ 2 പേരാണ് നിലവിൽ പിടിയിലായത്. ആദ്യഘട്ടത്തിൽ ഇതിന് ഈ കുഴൽപ്പണ ഇടപാടുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള സംശയം പോലീസിനുണ്ടായിരുന്നു. ഈ കവർച്ച ചെയ്യപ്പെട്ടയാൾ വിശാൽ എന്നാണ് അയാളുടെ പേര്. അയാൾ കർണാടക സ്വദേശിയാണ്. അയാൾ പോലീസിൽ പരാതി നൽകുന്നത് ഈ കവർച്ച നടന്നതിന് 2 ദിവസം കഴിഞ്ഞാണ്. ബുധനാഴ്ച കവർച്ച നടക്കുന്നു, തുടർന്ന് വെള്ളിയാഴ്ചയാണ് ഇയാൾ താമരശ്ശേരി പോലീസിൽ പരാതി നൽകുന്നത്. അതിനാൽ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു സംശയം പോലീസിന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ അത്തരം കാര്യം പോലീസ് ഉന്നയിക്കുന്നുമില്ല.
അതായത് ഇയാളുടെ വീട് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മൈസൂരിലാണ്. ഇവിടെ നിന്ന് കൊടുവള്ളിയിലേക്ക് സ്വർണം വാങ്ങുന്നതിനായി പണവുമായി എത്തിയതാണ് ഇയാൾ എന്നുള്ളതാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇത് പ്രകാരം എത്തിയ ഇയാളെ 9-ാം വളവിന് സമീപത്ത് വെച്ച് ഒരു സംഘം കാറിൽ പിന്തുടർന്നെത്തുകയും തുടർന്ന് ഇയാളെ കാറിൽ നിന്ന് പുറത്തിറക്കി മർദ്ദിച്ച് ഈ കാറിലുണ്ടായിരുന്ന 68 ലക്ഷം രൂപയും ഒപ്പം ഈ യുവാവിന്റെ മൊബൈൽ ഫോണും കവർന്നു എന്നുള്ളതാണ് ഈ പരാതിയിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് ഈ പോലീസ് CCTV ദൃശ്യങ്ങൾ അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ സംഘം കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് നീങ്ങിയതായി മനസ്സിലാക്കുന്നത്. തുടർന്ന് CIയുടെ നേതൃത്വത്തിലുള്ള സംഘം കൊടുങ്ങല്ലൂരിലേക്ക് എത്തുകയായിരുന്നു. ഇവിടെ നിന്നാണ് 2 പേർ, തോമസ്, ഷാമോൻ എന്നീ പേരുകളിലുള്ള 2 പേരെ പോലീസ് നിലവിൽ പിടികൂടിയത്. ഇവർ 2 വാഹനങ്ങളിൽ 2 കാറുകളിലായാണ് എത്തിയത് എന്ന് പറയപ്പെടുന്നു. ഇതിൽ ഒരു കാർ പോലീസിന് കണ്ടെടുക്കാനായിട്ടുണ്ട്. മറ്റേ കാറിനായുള്ള ഒരു തിരച്ചിലും പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഏതായാലും മറ്റുള്ള പ്രതികൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ 8-അംഗ സംഘമാണ്. അതിൽ 2 പേരാണ് പിടിയിലായത്. മറ്റുള്ള 6 പേർക്ക് കൂടിയുള്ള തിരച്ചിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഊർജിതമായി നടക്കുന്നുണ്ട്. ഗോകുൽ. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കിട്ടിയതിലേക്ക് വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ LDF-ന് ജയമുറപ്പെന്ന് മുൻ മന്ത്രി TM തോമസ് ഐസക്. മുൻപ് ഒരു DCC പ്രസിഡന്റ് CPIM-ലേക്ക് വന്നപ്പോൾ 5 മണ്ഡലം ജയിച്ചു. ഇന്ന് മറ്റൊരു മുൻ DCC പ്രസിഡന്റ് നവകേരള സദസ്സിൽ പങ്കെടുത്തു. ഞായറാഴ്ചയായിട്ടും നവകേരള സദസ്സിന് വൻ സ്വീകരണമാണ് ലഭിച്ചതെന്നും തോമസ് ഐസക് 24-നോട് പറഞ്ഞു. കനത്ത മഴയിലും പത്തനംതിട്ടയിൽ നിറഞ്ഞ സദസ്സിൽ മുന്നേറുകയാണ്. ഒരു ഭാഗത്ത് പ്രതിഷേധങ്ങൾ അതിശക്തമായി തന്നെ മുന്നേറുന്നു. ഏതായാലും ഒരു ചായക്കടയിൽ എത്തിയപ്പോഴാണ് നമ്മൾ മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിനെ കണ്ടത്. ചായ കുടിച്ചുകൊണ്ട് മഴ ആസ്വദിച്ചുകൊണ്ട് നവകേരള സദസ്സിൻ്റെ പല മേഖലയിലേക്കും അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷമാണ് പറയുന്നത്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പറയുന്നത് സമരങ്ങളോട് ശരിയല്ല എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളർന്നു വന്നത് സമരത്തിന് തീച്ചുളയിൽ നിന്നല്ലേ? ഇല്ല, നിങ്ങൾ കൊടി പൊക്കിക്കുമെന്ന് ഇവിടെ പ്രതിഷേധിച്ചു. പക്ഷേ വാരത്തിന് മുമ്പോട്ട് ചാടരുത്, അതല്ലേ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അത് ലെവലെടുത്ത് വെച്ചാൽ അതിൻ്റെ അപ്പുറമൊന്നും നടക്കണമെന്നില്ല ഈ കേരളത്തിൽ പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞ്. ഈ നവകേരള സദസ്സിൻ്റെ ഇപ്പോൾ 2 സ്ഥലങ്ങളിൽ പോയല്ലോ, 3-ാമത്തെ സ്ഥലത്ത് നല്ല ആളുണ്ട്. എങ്ങനെയുണ്ട് അങ്ങയുടെ ഒരു നോട്ടത്തിൽ എങ്ങനെയുണ്ട്? ഇന്നിപ്പോൾ നല്ല മഴയാണ്. പോരാത്തതിന് ഞായറാഴ്ചയാണ്, ആരാധനയുള്ള ദിവസമാണ് പത്തനംതിട്ടയിലൊക്കെ. അപ്പോൾ എന്നും തിങ്ങി നിറഞ്ഞ് ആളുകളാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഈറ്റുള്ളതൊന്നും അല്ലല്ലോ പത്തനംതിട്ട. പക്ഷേ എന്നാലും ആളുകൾക്ക് ഇതിനോടൊരു താല്പര്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഇതൊരു സ്റ്റാർട്ടിങ് ലോഞ്ച് പാഡാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അല്ല, നവകേരള എന്താണെന്ന് പറഞ്ഞു. ഇനി അടുത്താണ് ജനുവരിയിൽ, അത് CPM നടത്തുന്ന സമരമാണ്, ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സമരമാണ്. ഈ നവകേരളം കൈവരിക്കുന്നതിന് കേന്ദ്രം ഇങ്ങനെ തടസ്സം നിൽക്കുകയാണ്. ആ കേന്ദ്രത്തിനെതിരായ സമരം, ശക്തമായ സമരമായിരിക്കും കേട്ടോ. അപ്പോൾ വിഷമത്തിലാവുക കോൺഗ്രസ്സാ, ഇപ്പം തന്നെ വിഷമത്തിലാണ്. കണ്ടില്ലേ, പാർലമെൻറ്റിൽ ഒരു അടിയന്തര പ്രമേയം കൊടുക്കുന്നു. 5 കൊല്ലത്തിനിടെ ആദ്യമായിട്ടാണ്. അതും കിട്ടൂലെന്നൊക്കെ അറിയാം, എന്നാലും കൊടുക്കണം. നിങ്ങളുടെ കൂടെ ഇല്ല, ഞങ്ങൾ കൊടുത്തോളം വേറെ എന്നൊക്കെ പറയാൻ നിർബന്ധനായി തീരുന്നതാണ്. അതുകൊണ്ട് കോൺഗ്രസ് ഈ ലൈനുമായിട്ട് പോയിട്ടുണ്ടെങ്കിലേ അവർ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടും. പത്തനംതിട്ടയിൽ നിന്ന് തുടരാനുള്ള സാധ്യതയുണ്ടോ? ഒരു പാർട്ടി ചുമതലകൾ സ്ഥലം, അത് മറ്റൊന്നും നമ്മളിത് കാണേണ്ടതില്ല. ഒന്നും വേണ്ട. ഞാനിപ്പോൾ ചുമതല ഇവിടെ പത്തനംതിട്ട തന്നിരിക്കുക. എവിടെ ചുമതലയുണ്ടോ അവിടെ പണിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വേറൊന്നും വ്യാഖ്യാനിക്കും വേറൊന്നും വേണ്ട. പക്ഷേ ഒരു സംശയം വേണ്ട, പത്തനംതിട്ട ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യത്തിന് ജയിക്കും കേട്ടോ. ഒരു DCC പ്രസിഡന്റ് വന്നപ്പോൾ നമ്മൾ 5 മണ്ഡലവും ജയിച്ചു. ഇപ്പോൾ 2ാമത്തെ DCC പ്രസിഡന്റും കൂടി വന്നപ്പോൾ യാതൊരു സംശയമുണ്ടോ? ശരി, ഞാനതൊരു ആലങ്കാരികമായിട്ട് പറഞ്ഞതാ. വലിയ അടിയൊഴുക്ക് ഇടതുപക്ഷത്തേക്കുണ്ട്, വളരെ പ്രകടമാണ്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. ധനമന്ത്രി TM തോമസ് ഐസക്കാണ് 24-നോട് പ്രതികരിച്ചത്. പത്തനംതിട്ടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. LDF-ന് അദ്ദേഹത്തിൻ്റെ പേര് കൂടി ആ മണ്ഡലത്തിൽ സജീവമായ ചർച്ചകളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ്. പക്ഷേ അതിൽ അങ്ങനെ ഒരു ചർച്ചയൊന്നുമില്ല. പാർട്ടി ചുമതലയാണ് അവിടെ പ്രവർത്തിക്കാൻ കാരണമെന്നും പറയുന്നു തോമസ് ഐസക്. വയനാട് വാകേരി കല്ലൂർക്കുന്നിൽ പശുവിനെ കൊന്നത് നരഭോജി കടുവയെന്ന് സ്ഥിരീകരണം. കൂടല്ലൂരിലെ പ്രജീഷിനെ കൊലപ്പെടുത്തിയ അതേ കടുവ തന്നെയാണ് 5 കിലോമീറ്റർ അകലെ ഞാറ്റടിയിലും ഇറങ്ങിയത് എന്ന് കാൽപ്പാടുകൾ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമായി. വനംവകുപ്പ് പരിശോധന തുടരുകയാണ്. വിശദാംശങ്ങളുമായി വാകേരിയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്ത്,
ആ കടുവ അങ്ങനെ ആ മേഖലയിലൊക്കെ വിഹരിക്കുന്നു. നാട്ടുകാർക്ക് വലിയ ആശങ്കയുണ്ടാവും. എന്താണ് ഇതിനെ പിടികൂടാൻ അല്ലെങ്കിൽ ഇതിനെ ട്രേസ് ചെയ്യാനൊക്കെ വനംവകുപ്പിന് കഴിയുന്നുണ്ടോ? ഗോകുൽ, നിലവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വനംവകുപ്പ് സ്വീകരിച്ചിരിക്കുന്ന തന്ത്രം, കഴിഞ്ഞ ദിവസം വാഗയിൽ സന്തോഷിന്റെ വീട്ടിലെ പശുവിനെയാണ് കടുവ അർദ്ധരാത്രി പിടിച്ചത്. ഈ പശുവിനെ കെണിയിൽ വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ വനംവകുപ്പ് നടത്തിയിരിക്കുന്നത്. 2 കൂടുകൾ മേഖലയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതിലൊന്നിൽ ഈ പശുവിന്റെ ജഡം ഇട്ടിട്ടുണ്ട്. ഇത് തിന്നാൻ കടുവ എത്തും എന്നുള്ളതാണ് വനംവകുപ്പിന്റെ കരുതൽ. അതുകൊണ്ട് തന്നെ എത്തുന്ന മുറയ്ക്ക് തന്നെ ഇത് കെണിയിലാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. അതിനിടെ പല മേഖലയിലും, അതായത് ഇതിന് ചുറ്റുവട്ടമുള്ള, അതായത് വാഗേരിക്ക് 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള പല മേഖലയിലും കടുവയെ കണ്ടു എന്നുള്ള അഭ്യൂഹങ്ങൾ പലയിടങ്ങളിൽ നിന്നും പരക്കുന്നുണ്ട്. എന്തായാലും കടുവ വനത്തിലല്ല, ജനവാസ കേന്ദ്രത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള നിഗമനം തന്നെയാണ് വനംവകുപ്പിനുമുള്ളത്. അത്തരത്തിലുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഡ്രോൺ ഉപയോഗിച്ചുൾപ്പെടെ പരിശോധന നടക്കുന്നുണ്ട്. കൂടുതൽ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടുതൽ RRT അംഗങ്ങളും ഇവിടേക്ക് ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ പഴുതടച്ചുള്ള പരിശോധനയാണ് നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രജീഷിന്റെ മരണം നടന്നത് കഴിഞ്ഞ 9-ാം തീയതിയാണ്. ഇതിനുശേഷം തുടർച്ചയായി പരിശോധന നടത്തുകയാണ് വനംവകുപ്പ്. എന്തായാലും കടുവ കെണിയിൽ വീഴുമെന്നുള്ള പ്രതീക്ഷയാണ് ആളുകൾക്കും പങ്കുവെക്കാനുള്ളത്. ആളുകൾ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ് ഇപ്പോഴും കഴിയുന്നത്. ഗൂഗിൾ. ശരി, സൂര്യ തയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. വാഗേരിയിലെ കടുവ ജനവാസ മേഖലകളിൽ തുടരുകയാണ്. ആളുകൾക്ക് വലിയ ആശങ്കയുണ്ട്. വനംവകുപ്പ് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് കടുവയെ കൂട്ടിലാക്കാൻ. ഇപ്പോൾ കിട്ടിയതിലേക്ക് വീണ്ടും. ഗവർണർ അതൃപ്തി പരസ്യമാക്കിയിട്ടും ബാനറുകൾ നീക്കാതെ കാലിക്കറ്റ് സർവകലാശാല. നടപടി സ്വീകരിക്കേണ്ടത് സർവകലാശാലയാണെന്ന് കൈയൊഴിയുകയാണ് പോലീസ്. ബാനറുകൾ ഉടൻ നീക്കണമെന്ന് ഗവർണർ ഉച്ചയ്ക്ക് ആവശ്യപ്പെട്ടിരുന്നു. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സമീർ, ഗവർണർ പൊട്ടിത്തെറിക്കുകയായിരുന്നു ആ ബാനറുകൾ കണ്ട്. ഗോ ബാക്ക് ബാനറുകളും കറുത്ത നിറത്തിലുള്ള ബാനറുകളും ഒക്കെ ഉണ്ട്. സർവകലാശാല ഒരു നടപടിയിലേക്ക് പോകില്ല എന്നതാണോ? നമുക്ക് ഒരുപക്ഷെ അങ്ങനെ തന്നെ അനുമാനിക്കേണ്ടി വരും. കാരണം ഔദ്യോഗികമായി വൈസ് ചാൻസലർക്ക് കത്ത് നൽകിയിട്ടില്ല എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. പക്ഷേ ഗവർണർ 1 മണിയോട് കൂടെയാണ് അദ്ദേഹത്തിന്റെ അതൃപ്തി പരസ്യമാക്കിയത്. ഇവിടെ SFI സ്ഥാപിച്ചിരിക്കുന്ന ബാനറുകൾ നീക്കണം എന്നുള്ളതായിരുന്നു SFIയുടെ ആവശ്യം, ഗവർണറുടെ ആവശ്യം. അതോടൊപ്പം തന്നെ ഇത് ആരാണ് സ്ഥാപിച്ചത്, പിന്നെ എന്തുകൊണ്ട് നീക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പരസ്യം അതൃപ്തി പ്രകടമാക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഏതാണ്ട് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. പോലീസിനോടും അന്വേഷണം പോലീസ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നടപടി സ്വീകരിക്കേണ്ടത് കാലിക്കറ്റ് സർവകലാശാല അധികൃതരാണ് എന്നുള്ളതാണ് പോലീസിന്റെ സമീപനം. ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഈ ബാനറുകൾ ഇവിടെ തുടരുന്നത്. ഇതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലാണ് ഈ ബാനറുകൾ ഇവിടെ SFI സ്ഥാപിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ഇവിടുത്തെ ലോക്കൽ പോലീസ് വാക്കാൽ SFI പ്രവർത്തകരോട് നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അപ്പോൾ SFI പ്രവർത്തകർ പറഞ്ഞത് ഇത് വിദ്യാർത്ഥി ക്യാമ്പസ് ആണ്, ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധവുമാണ്, അതുകൊണ്ട് ഒരു തരത്തിൽ നീക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ആദ്യം തന്നെ പോലീസിനോട് SFI വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇത് നീക്കുകയാണെങ്കിൽ അത് കൂടുതൽ പ്രതിഷേധത്തിലേക്കും ഒപ്പം തന്നെ സംഘർഷത്തിലേക്കും പോകാൻ സാധ്യതയുണ്ട്. ശരി, ഗവർണർ താമസിക്കുന്ന കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിന് മുന്നിലും ആ ക്യാമ്പസിലുമൊക്കെ SFIയുടെ ഗോ ബാക്ക്, ചാൻസലർ ഗോ ബാക്ക് എന്നുള്ള കറുത്ത നിറത്തിലുള്ള തുണിയിൽ എഴുതിയ ബാനറുകളുണ്ട്. അത് നീക്കണമെന്നതായിരുന്നു ഗവർണർ ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ ഘട്ടം വരെയും അത്തരത്തിലൊരു നടപടി അവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ് വിവരം. സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ്, സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു.